ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്തു അല്ലേ. ഇനി ഈ വീഡിയോയിൽ ഈ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അതിന് തന്നെ ഈ ഡയമെൻഷൻ ഓഫ് നൾട്ടീനെ നമ്മൾ നള്ളിറ്റി ഓഫ് ടി എന്നും കൂടി വിളിക്കും കേട്ടോ. നള്ളിറ്റി ഓഫ് ടി. അതേപോലെ ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടീനെ റാങ്ക് ഓഫ് ടി എന്നും വിളിക്കും. റാങ്ക് ഓഫ് ടി. അപ്പോൾ ഞാൻ പുതിയ രണ്ട് വാക്കുകൾ അവതരിപ്പിച്ചു. നള്ളിറ്റി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ സ്പേസിൻ്റെ ഡയമെൻഷൻ, റാങ്ക് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് സ്പേസിൻ്റെ റേഞ്ച് സ്പേസിൻ്റെ ഡയമെൻഷൻ. സോ ഇതൊക്കെ നോട്ട് കിടക്കട്ടെ. ഇനി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ റിസൾട്ടുകൾ ഡിസ്കസ് ചെയ്യാം. റിസൾട്ട് ചെയ്തിട്ട് ആദ്യം ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കൂ. എന്തായി റിസൾട്ട് പറയണത്? പോസ് ചെയ്ത് വായിച്ചില്ലേ? ഇത് പറയണത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ നിന്ന് അതിനേക്കാളും കുറഞ്ഞ ഡയമെൻഷനിലെ ഒരു വെക്ടർ സ്പേസിലേക്ക് ഒരു 1-to-1 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അതായത് ഇപ്പോൾ R3 ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണല്ലോ. അതിനേക്കാളും കുറഞ്ഞ ഡയമെൻഷനിൽ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് അല്ലേ R2. ഇനി R3 നിന്ന് R2ലേക്ക് ഒരു 1-to-1 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഈ റിസൾട്ട് പറഞ്ഞത്. കാരണം ഇതിനേക്കാളും ഡയമെൻഷൻ കുറവാണിതിന്. അപ്പം ഒരു വെക്ടർ സ്പേസിൽ നിന്ന് അതിനേക്കാളും കുറഞ്ഞ ഡയമെൻഷനിൽ ഒരു വെക്ടർ സ്പേസിലേക്ക് 1-to-1 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് പ്രൂവ് ചെയ്യാം. ഞാൻ നോക്കട്ടെ. ഇതാ ഇതിൻ്റെ പ്രൂഫ് മുഴുവൻ അങ്ങ് എഴുതിയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ആദ്യം ഇത് പോസ്റ്റ് ചെയ്ത് വായിച്ചോളൂ. ഞാൻ പറയാം. ഇവിടെ ഈ വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു ആർബിട്രറി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി. ഓക്കെ. ഇനി ഈ റിസൾട്ട് ട്രൂ എന്ന് പറയാൻ ഞാൻ എന്താ കാണിക്കേണ്ടത്? ദിസ് ടി ഈസ് നോട്ട് 1-to-1 കാണിക്കണം. ഓക്കെ. ഇനി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1-to-1 ആണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കാൻ എന്ത് നോക്കിയാൽ മതി? അതിനെ നൾ സ്പേസ് നോക്കിയാൽ മതി. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. നൾ സ്പേസിൽ 0 മാത്രമേ ഉള്ളെങ്കിൽ ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ഈസ് 1-to-1. ഇനിയല്ല നൾ സ്പേസിൽ 0 അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ഈസ് നോട്ട് 1-to-1. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ 1-to-1 അല്ല എന്ന് കാണിക്കാൻ ഞാൻ എന്ത് പറയേണ്ടി വരും? ഇതിൻ്റെ നൾ സ്പേസിൽ 0 മാത്രമല്ല, നൾ സ്പേസ് ഇസ് നോട്ട് 0 സ്പേസ് എന്ന് ഞാൻ കാണിക്കണം. അപ്പം ഇതൊന്നും ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. ഇതൊക്കെ എഴുതി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഇത് എഴുതി. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കാരണം എന്താ? ഈ ഡബ്ല്യുവിൻ്റെ സബ്സ്പേസ് അല്ലേ റേഞ്ച് ടി. അപ്പം ഡയമെൻഷൻ ഓഫ് റേഞ്ച് ടിനേക്കാളും കൂടാനല്ലേ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യുക്ക് ചാൻസ് ഉള്ളൂ. പോസിറ്റ് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഇനീക്വാലിറ്റി കിട്ടും. ഇനി ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ബിക്കോസ് ഓഫ് ദിസ് എഴുതി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് നൾട്ടി ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നൾട്ടീൻ്റെ ഡയമെൻഷൻ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ നൾട്ടി അപ്പോൾ 0 സ്പേസ് അല്ല. നൾട്ടിയിൽ 0 അല്ലാതെ വേറെ ആരോ ഉണ്ട്. സോ ടി ഈസ് നോട്ട് 1-to-1. ഡൗട്ടൊന്നും ഇല്ല വിചാരിക്കും. ഡൗട്ടിൻ്റെ ചോദിച്ചാൽ മതി. ഇനി അടുത്ത റിസൾട്ട് ഇതൊന്ന് പോസ് ചെയ്ത് വായിച്ച് നോക്കൂ. പോസ് ചെയ്ത് വായിച്ചില്ലേ? എന്താ പറയണത്? അതായത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ നിന്ന് അതിനേക്കാളും കൂടുതൽ ഡയമെൻഷനിലെ മറ്റൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിലേക്ക് ഒരു ഓൺ-ടു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അതായത് ഇപ്പോൾ R2 എടുക്കുക. അതിനേക്കാളും കൂടുതൽ ഡയമെൻഷനുള്ള സ്പേസ് ആണല്ലോ R3 അല്ലേ. അതിനേക്കാളും കൂടുതൽ ഡയമെൻഷനുള്ള ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസാണ് R3. ഈ റിസൾട്ട് പറയുന്നത് R2ന്ന് R3യിലേക്ക് ഒരു ഓൺ-ടു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. റിസൾട്ട് ശരിക്കും മനസ്സിലായല്ലോ. ഇനി കഴിഞ്ഞ റിസൾട്ട് ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? കഴിഞ്ഞ റിസൾട്ട് പറഞ്ഞത് നമ്മുടെ കയ്യിൽ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഉണ്ട്. എന്നിട്ട് അതിനേക്കാളും കുറഞ്ഞ ഡയമെൻഷനിലുള്ള മറ്റൊരു സ്പേസിലേക്ക് ഒരു 1-to-1 മാപ്പ് എക്സിസ്റ്റ് ചെയ്യില്ല. അതായത് ഡയമെൻഷൻ കുറഞ്ഞ 1-to-1 മാപ്പ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞതോ അതിനേക്കാളും കൂടുതൽ ഡയമെൻഷനുള്ള ഒരു ഫൈനൈറ്റ് സ്പേസിലേക്ക് പിന്നെ എന്ത് മാപ്പില്ല? ഓൺ-ടു മാപ്പില്ല. അപ്പോൾ ഡയമെൻഷൻ കുറഞ്ഞോ 1-to-1 മാപ്പ് എക്സിസ്റ്റ് ചെയ്യില്ല. 1-to-1 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. ഡയമെൻഷൻ കൂടിയോ ഓൺ-ടു ലീനിയർ മാപ്പ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇത് രണ്ടും ഒന്ന് നോട്ടിൽ വൃത്തിക്ക് എഴുതിയിട്ട് റിസൾട്ട് മനസ്സിലാക്കി വെക്കണേ. ഇനി പ്രൂഫ് ഞാൻ ഇവിടെ ജസ്റ്റ് അങ്ങ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞതിൻ്റെ പ്രൂഫ് പോലെ തന്നെയാണ്. ജസ്റ്റ് അങ്ങ് ചെയ്താൽ ഇതിൻ്റെ ഫുൾ പ്രൂഫ് ഇവിടെ ഉണ്ട്. വായിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഇത്രയേ ഉള്ളൂ. വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എടുത്തു. എന്നിട്ട് ഈ റിസൾട്ട് ട്രൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ടി ഓൺ-ടു അല്ല എന്ന് കാണിക്കണം. അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ വായിച്ചാൽ മനസ്സിലാവും. എന്താ ഇവിടെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ലാസ്റ്റത്തത് ഓൺ-ടു ആവുമ്പോഴാണ് ആ ഫംഗ്ഷൻ്റെ റേഞ്ചും കോഡൊമെയിനും സെയിം ആകുമ്പോഴാണ്. ഇവിടെ റേഞ്ച് ടിയും ഡബ്ല്യൂയും ഇതിൻ്റെ കോഡൊമെയിൻ എന്താണ്? ഡബ്ല്യു ആണ്. അപ്പോൾ റേഞ്ച് ടിയും ഡബ്ല്യു എന്തല്ല? സെയിം അല്ല. അപ്പോൾ ഇതെന്തല്ല? ഓൺ-ടു അല്ല എന്നൊക്കെ പറഞ്ഞു. സോ ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം. അടുത്ത വീഡിയോ കാണാം.